നമസ്കാരം, ഏവർക്കും റേഷ് വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈശ്വർ കാർത്തിക് എഴുതി ഡയറക്റ്റ് ചെയ്ത് കാർത്തിക് സുബൈരാജ് പ്രൊഡ്യൂസ് ചെയ്ത കീർത്തി സുരേഷ് ചിത്രമായ പെൻഗ്വിനെ കുറിച്ചുള്ള ഹിഡൻ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇത്തവണത്തെ വീഡിയോ. സോ ഒട്ടും താമസിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെൻഗ്വിൻ എന്ന റെഫറൻസ് ചിത്രത്തിലുടനീളം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കീർത്തി സുരേഷ് അവതരിപ്പിക്കുന്ന ഋഥം എന്ന കഥാപാത്രത്തിൽ ആ അമ്മ മകന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയിലും കഥാപാത്രങ്ങൾ പെൻഗ്വിൻസ് ആണ്. അതുമാത്രമല്ല, മകനായ അജുവിനെ കാണാനില്ല എന്ന് ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്ന സമയത്തും ആ പെൺകുട്ടിയുടെ ബാഗും പെൻഗ്വിൻ്റെ റെഫറൻസ് ആണ് കാണിക്കുന്നത്. അജയെ കണ്ടുകിട്ടുന്ന സമയത്തും അവന് കളിക്കാൻ കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ പെൻഗ്വിൻ്റേതാണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ അജയെ അവസാനം കണ്ടുപിടിക്കുവാനായി കീർത്തി സുരേഷ് എത്തുമ്പോഴും അജയ് അവിടെ പെൻഗ്വിൻ്റെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ചിത്രത്തിൽ അജയെ കണ്ടുകിട്ടുന്ന സാഹചര്യത്തിൽ അജയ്ക്ക് ടച്ച് ഡിസ്കംഫർട്ട് ഉള്ളതായി ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കൂ, പല സാഹചര്യത്തിലും അവൻ്റെ അച്ഛനും അമ്മയും ഡോക്ടറും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അവൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഭാവന ചെന്ന് എന്നെ ഓർമ്മയുണ്ടോ, അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അജയ് ശരീരത്തിലൂടെ ആ ജസ്റ്റേഴ്സ് പ്രകടിപ്പിക്കുമ്പോഴാണ് ഡോക്ടർ ടച്ച് ഡിസ്കംഫോർട്ട് ഉണ്ടെന്ന് പറയുന്നത്. അതായത് അജയ്ക്ക് ഭാവന തൊടുമ്പോൾ മാത്രമാണ് ഇഷ്ടമില്ലായ്മ തോന്നുന്നത്. അതവിടെ കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഈ സീനിൽ മാത്രമല്ല, റെസ്റ്റോറൻറ്റിൽ വെച്ച് ആ മുഖംമൂടി അണിഞ്ഞ് ഭാവന ആ പുറകെ നിൽക്കുമ്പോൾ അജയ് കൃത്യമായി അവളെ മനസ്സിലാക്കുന്നുണ്ട്. ആ എക്സ്പ്രഷൻസ്, അവൻ്റെ റിയാക്ഷൻ അത് കറക്റ്റായി തന്നെ നമുക്ക് അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അജയ് ഭാവനയോട് മൈന്യൂട്ടായിട്ടുള്ള രീതിയിലെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് രണ്ടാമത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അജയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാനായി അവനെ കണ്ടുകിട്ടിയ ഇടത്തേക്ക് തന്നെ തിരികെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും അവനെ ആ വുഡ്സിലേക്ക്, ആ ഫോറസ്റ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവൻ ആ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറിനെ കുത്തുന്നുണ്ട്. ഒന്ന് ആലോചിച്ചാൽ ഇതൊരു സിംബോളിക് റിസംബ്ലൻസ് ആണ്, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. പിന്നീട് ക്ലൈമാക്സിൽ ഭാവന റിവീൽ ചെയ്യുന്ന താൻ ആവശ്യപ്പെട്ടപ്പോൾ അജയ് കതിറിനെ കുത്തി എന്നുള്ള ആ ഒരു ഇൻസിഡന്റിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഈ സീനിൽ അജയ് ആ സ്ഥലത്ത് വെച്ച് കോൺസ്റ്റബിളിനെ കുത്തുന്നത്. അതുമാത്രമല്ല, അജയ് ഓർഡേഴ്സ് അനുസരിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള കാര്യം പിന്നെയും 2-3 സീനിൽ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ ഡോക്ടറോടൊപ്പമുള്ള കോമ്പിനേഷൻ സീൻസിൽ കീർത്തി അവിടെ നിൽക്കുമോനെ എന്ന് പറയുമ്പോഴും തിരിഞ്ഞ് വെട്ടുമോനെ എന്ന് പറയുമ്പോഴും ഒക്കെ അജയ് ആ ഓർഡേഴ്സ് നല്ല രീതിയിൽ തന്നെ അബ്സോർബ് ചെയ്യുകയാണ്. അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കത്തി മുറുകെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോഴും അവൻ ശക്തമായിട്ട് മുറുകെ ആ കത്തി പിടിക്കുന്നുണ്ട്. ആ സീനിലൊന്നും അവൻ അത് ചെയ്യുന്നത് ഔട്ട് ഓഫ് ലവ് അല്ല, പകരം ആ ഒരു ഭയം അല്ലെങ്കിൽ ഓർഡേഴ്സ് സ്ഥിരമായി അനുസരിച്ച് പോയ ആ ഒരു മനസ്സോടു കൂടിയാണ് അവൻ അതെല്ലാം ചെയ്യുന്നത്. അല്ല കീർത്തിയുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് എന്തായാലും എനിക്ക് തോന്നിയില്ല. ഭാവനയ്ക്ക് ഋതത്തോടുള്ള ഗ്രഡ്ജ് കാരണമാണ് ഇത്രത്തോളം സംഭവ വികാസങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് ഭാവന പറയുന്നത് സ്കൂൾ ടൈം മുതലേ കോളേജിനും ഒക്കെയുള്ള കമ്പാരിസൺ ആണ്. ഭാവനയ്ക്ക് ഋതത്തോട് എന്തോ ഒരു ഒബ്സഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് തോന്നുന്ന 1-2 സീൻസ് സിനിമയിലുണ്ട്. അതിന് ഉദാഹരണമായിട്ട് അജയെ കാണാനില്ലാതാകുമ്പോൾ ഋതം വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ വന്ന് ഭാവന ഋതത്തോട് സംസാരിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ, എപ്പോഴും നിന്നെ പോലെ ആകാനാണ് ഞങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഋതത്തെ പോലെ പഠിക്കണം, ഋതത്തെ നോക്കൂ, ഋതത്തെ കണ്ടു പഠിക്കൂ, എങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഋതത്തെ നോക്കാനാണ് പറയുന്നത്. അത് പറയുന്ന ഒരു ടോൺ, ആ ടോണിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നാം. രണ്ടാമത് സിനിമ ഒന്നും കൂടെ കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രയോറിറ്റി അല്ലെങ്കിൽ കമ്പാരിസൺ. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും ഋതത്തിൻ്റെ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ ഋതത്തിൻ്റെ വിഷമം നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോയത് എന്നുള്ളതും ഭാവന ഒരുപാട് വിഷമിപ്പിച്ചിരുന്നിരിക്കാം. കാരണം ആദ്യം കുറച്ച് ആളുകൾ കുഞ്ഞിനെ തേടുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവളുടെ അമ്മ പോലും എണീറ്റ് പോകുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഭാവന എണീറ്റ് ചെന്ന് എന്താ സംഭവം എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും ഋതത്തിൻ്റെ പ്രയോറിറ്റീസ്, ഋതത്തിൻ്റെ പ്രശ്നങ്ങളാണ് ആൾക്കാർ കൂടുതലായും വില കൊടുക്കുന്നത് എന്ന് ചിലപ്പോൾ ഭാവനയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ചിത്രത്തിൽ യെല്ലോ കളറ് കുറച്ച് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. ഫോർ എക്സാമ്പിൾ, ആ തട്ടിക്കൊണ്ടു പോകുന്ന കിഡ്നാപ്പർ ആദ്യമേ വന്ന് അജുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ ഡ്രസ്സും യെല്ലോ ആയിരുന്നു. തട്ടിക്കൊണ്ടുപോകുന്ന ആളുടെ ആ ഒരു അംബ്രല്ല അത് യെല്ലോ കളറായിരുന്നു. അവനെ തിരികെ കിട്ടുന്ന, അജയെ തിരികെ കിട്ടുന്ന സമയത്ത് അവൻ ധരിച്ചിരുന്ന ഡ്രസ്സും യെല്ലോ കളറായിരുന്നു. അവസാനം അഞ്ജന എന്ന് പറയുന്ന കൊച്ചുകുട്ടി അവളെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവൾ ധരിച്ചിരുന്ന ഡ്രസ്സും യെല്ലോ തന്നെയായിരുന്നു. അവളെ തിരികെ ഡോക്ടറിന്റെ വീട്ടിൽ നിന്നും റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഋതം അവളെ പുതപ്പിക്കാനായി ഉപയോഗിക്കുന്ന ക്ലോത്തിന്റെ കളറും യെല്ലോ തന്നെയാണ്. ആൻഡ് യെല്ലോ മീൻസ് ബിട്രയൽ. ഡോക്ടർ പറയുന്നുണ്ട് തനിക്ക് ആവശ്യം ഓർഗൻസ് ആണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ഓർഗൻസ് എടുത്തതിന് ശേഷം വളരെ പൈശാചികമായിട്ടുള്ള രീതിയിൽ അവരുടെ തെളിവുകളൊക്കെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഡോക്ടറുടെ രീതി. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അനോണിമസ് പേഴ്സൺ കൊല്ലപ്പെടുന്നുണ്ടല്ലോ, അയാളുടെ നാക്ക്, അതായത് ഒരു ഓർഗൻ
ഡോക്ടർ പിഴുതെടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് എപ്പോഴും ആവശ്യം ആ ഓർഗൻസ് മാത്രമാണ് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിത്രം കാണുമ്പോൾ ആർക്കും തോന്നുന്ന 1-2 സംശയങ്ങൾ. ഒന്നാണ്, ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി കാണാം കിഡ്നാപ്പർ ശരിക്കും ഭാവനയാണെന്നുള്ളത്. എനിക്ക് തോന്നിയ ഒരു ഉത്തരം, ഭാവനയാണ് കിഡ്നാപ്പർ എന്ന് ഒരുപക്ഷെ ഡോക്ടർക്ക് പോലും അറിയില്ലായിരിക്കാം. അജയോട് സംസാരിക്കുന്ന സമയത്ത്, ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സൈൻ ലാംഗ്വേജ് കാണിക്കുമ്പോഴും അവൻ്റെ മാനറിസംസും അവൻ്റെ ചിത്രങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ടാവുക. പക്ഷെ അത് ഭാവനയാണെന്ന് ചിലപ്പോഴും മിക്കപ്പോഴും ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം. അടുത്ത ക്ലോസ് ആയിട്ടുള്ള അവരുടെ ക്ലസ്റ്ററിനകത്ത് തന്നെ ഉള്ള ആരൊക്കെയോ ആയിരിക്കാം എന്നുള്ളൊരു സംശയമാകാം ഡോക്ടറിനുണ്ടാകുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലുക്ക് അറൗണ്ട് യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൂരില്ലാതെ ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ഡയലോഗ്സ് അതിനകത്ത് പറയുന്നുണ്ട്. ഹാഡ് ഡോക്ടർ നോൺ ദാറ്റ് ഇറ്റ് വാസ് ഭാവന, അയാൾ പറയുമായിരുന്നിരിക്കാം, ഉറപ്പില്ല, പറയുമായിരുന്നിരിക്കാം. പക്ഷെ ഒരിക്കലും ഡോക്ടറിന് കൃത്യമായിട്ട് ഭാവനയാണ് എന്ന് അറിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് അഡീഷണലി ഹി ഈസ് എ സൈക്കോളജിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ മാനറിസംസ് എല്ലാം കാണുമ്പോൾ ആ കുട്ടി എന്തോ ഭയക്കുന്നുണ്ട്, അടുത്തുള്ള ആളെ ആയിരിക്കാം ഭയക്കുന്നത്, അല്ലെങ്കിൽ ആ സൈൻ ലാംഗ്വേജിൻ്റെ റെപ്രസെൻറ്റേഷനിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുട്ടിയുമായിട്ട് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അയാളത് പുറത്ത് പറയാത്തതായിരിക്കാം. കാരണം അയാളുടെ പഴയതും പുതിയതുമായിട്ടുള്ള ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള കൊലപാതകങ്ങൾ ഒരു പക്ഷേ ഈ കിഡ്നാപ്പറിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാം, ഇനിയുള്ളതെങ്കിലും ആളുടെ തലയിലേക്ക് കെട്ടിവെക്കാം എന്നുള്ള ഒരു മോട്ടീവായിട്ടായിരിക്കാം ഡോക്ടർ ഇറങ്ങിയത്. അതുകൊണ്ടായിരിക്കണമല്ലോ അടുത്ത കുട്ടിയായ അഞ്ജനെ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് അജയെ കിഡ്നാപ്പ് ചെയ്ത രീതിയിലുള്ള അതേ കാര്യങ്ങൾ, അതേ പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് ഡോക്ടർ ശ്രമിച്ചത്. പക്ഷെ അത് പിടിക്കപ്പെട്ടതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒരു മിസ്റ്റേക്ക് തന്നെ എനിക്ക് ഈ മൂവിയിൽ ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പർട്ടിക്കുലർ കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഡോഗ് സൈറസ് വന്നിട്ടാണ് ഈ മണത്തിട്ട് ആ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയും ഡോക്ടറാണ് പ്രതി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡോക്ടർ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഋതവും സമൂഹവും മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഡോഗിനെ അല്ലെങ്കിൽ സൈറസിനെ ആദ്യമേ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അജയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ആ ഒരു സ്മെല്ലിംഗ് പവർ ഉപയോഗിച്ചിട്ട് അജയെ കണ്ടുപിടിക്കാമായിരുന്നില്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു പ്ലോട്ടിൻ്റെ ആവശ്യം വരുമായിരുന്നില്ലല്ലോ. നാച്ചുറലി തെറ്റാണെങ്കിൽ താഴെ കമൻസിൽ പറയുക. അതേപോലെ തന്നെ ഒരു സംശയമുളവാക്കുന്ന ഒരു കാര്യമാണ്, അത്രയും നേരം സംസാരിക്കാതിരുന്ന കുട്ടി ക്ലൈമാക്സിൽ അമ്മ എണീക്കമ്മേ, എന്ത് പറ്റി അമ്മേ, പോകാം അമ്മേ എന്നൊക്കെ പറഞ്ഞ് വാദൂരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കണക്ഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ അതിനകത്ത് തന്നെ അവർ തന്നെ പറയുന്ന ഒരു കാര്യം, ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൻ ആരെങ്കിലും ശക്തമായുള്ളൊരു ട്രസ്റ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത് അവൻ സംസാരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സൈക്കോളജിസ്റ്റായ ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ന്യായീകരണമായിട്ട് എടുക്കാം നമുക്ക്. കാരണം ഋതം അവനെ 2 തവണ സേവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന്, രണ്ടാമത്തേത് ഭാവനയുടെ അടുത്ത് നിന്ന്. ഭാവന ആ ഒരു ക്ലൈമാക്സിൽ ആ മുറിക്കകത്ത് അല്ലെങ്കിൽ ആ ഹൈഡ് ഔട്ടിനകത്ത് അവനെ പൂട്ടിയിടുന്ന സമയത്ത് ഋതം ചെന്നിട്ടാണ് ആരും ചെല്ലാത്ത ആ സ്ഥലത്ത് ചെന്ന് അവന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത്, അതും ആ മൃതദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ. അപ്പോൾ അതൊക്കെ കാരണം അവനൊരു ട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അവന് സംസാരിക്കാനുള്ളത് വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ഇത്രയൊക്കെ സംസാരിക്കുമോ എന്തോ, അതും സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിപ്പോയി കൈയൊക്കെ കാണിച്ച് വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി, എന്തോ ഒരു സിംഗിളായ്മ എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമ പ്രതിപാദിക്കുന്നത് തന്നെ അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ്. പക്ഷേ കളഞ്ഞുപോയ കുട്ടിയെ തിരികെ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും കൂടുതൽ എക്സ്ട്രാ വിജിലൻ്റ് ആയിട്ട് നമ്മൾ ആ കുട്ടിയെ കെയർ ചെയ്യും, അല്ലേ? അതിനെ വിട്ടിട്ട് ഒരിടത്തും പോകാനോ ഒന്ന് മാറ്റി നിർത്താനോ ഒന്നും നമ്മൾ നിൽക്കത്തില്ല. പക്ഷേ ഈ സിനിമയിൽ പല സീൻസിലും അജയെ തിരിച്ച് കിട്ടിയതിന് ശേഷവും പല ഘട്ടങ്ങളിലായിട്ട് അജയ് അവിടെ നിർത്തി ഇപ്പോൾ വരാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഋതം ഓരോയിടത്തേക്ക് പോകുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആ റെസ്റ്റോറൻറ്റിലെ സീനിൽ ഇങ്ങനെ ഒരാൾ അവരെ ചേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ അജയ് ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് നിർത്തിയിട്ട് ഋതം ഒറ്റയ്ക്ക് നടന്ന് ഈ കിഡ്നാപ്പറിനെ തേടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ, സാധാരണഗതിയിൽ അങ്ങനെ ആവില്ലല്ലോ എന്ന് തോന്നി. അജയെ കാണാതായി, അവരെല്ലാവരും തേടുന്നു. ഒരു സ്ഥലത്ത് ബൊക്കയിൽ ഫ്ലഷ് കാണുന്നു. അപ്പോൾ ഭാവനയാണ് അജയെ കടത്തിക്കൊണ്ടുപോയതെന്ന് ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭാവന എങ്ങനെ അജയുടെ ഫ്ലഷ് എടുത്ത് അവിടെ വെക്കണം? അപ്പോൾ അത് അജയുടെ ഫ്ലഷ് അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ഫ്ലഷാണ്? എന്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്തുകൊണ്ട് നടന്നില്ല? അതൊക്കെ കുറേ ചോദ്യചിഹ്നങ്ങളാണ്.
മറ്റൊരു കാര്യം, റെസ്റ്റോറൻറ്റിൽ വെച്ച് ആരോ തങ്ങളെ പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ കിഡ്നാപ്പർ തങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കീർത്തി ഈ കിഡ്നാപ്പറിൻ്റെ പുറകെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് റിവീൽ ചെയ്യുന്നത് അത് മറ്റൊരു സ്ത്രീയായിരുന്നു. അവരവരുടെ കുട്ടിയെ എന്തോ വാരി എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഡയറക്ടർ നമുക്ക് പറഞ്ഞു തന്നതായിരിക്കാം ചാർലി ചാപ്ലിൻ ഒരു ലേഡി ആകാമല്ലോ എന്ന്, അതായത് കിഡ്നാപ്പർ ഒരു ലേഡി ആകാമല്ലോ എന്ന്. മാത്രമല്ല ചിത്രം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പെൻഗ്വിൻസിന്റെ സ്റ്റോറിയിലൂടെയാണ്. ഒരു അമ്മ പെൻഗ്വിൻ്റെയും കുട്ടി പെൻഗ്വിൻ്റെയും കഥ, അത് ഋഥത്തിൻ്റെയും അജയുടെയും കഥയ്ക്ക് സിമിലർ ആയിട്ടുള്ള കഥ തന്നെയാണ്. അതുമാത്രമല്ല അജയ് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ അമ്മ അജയ് എന്ന് പറഞ്ഞ് ആ പെൻഗ്വിൻസിൻ്റെ ആ ബുക്കിൽ വരച്ചിടുന്നുണ്ടല്ലേ, റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അജയാണ്, ഇത് അമ്മയാണെന്ന്. അതായത് അമ്മ ഏതൊരു ഘട്ടത്തിലും അജയ് വന്ന് സേവ് ചെയ്യും എന്നുള്ള, അല്ലെങ്കിൽ താനില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും എന്നൊക്കെ ഉള്ള ഫീലിങ്സ് ആ കൊച്ചുകുട്ടിയുടെ ഉള്ളിലുണ്ട്. അവനെ എഴുതാനും അപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ തോന്നാവുന്ന ഒരു സംശയം, ഇതൊക്കെ ഒരു റീസൺ ആണോ ഭാവനയ്ക്ക് ഋഥത്തോട് ഇത്രയും ശത്രുത ഉണ്ടാവാനും ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്യാനും? ഇതൊക്കെ ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ അതിന് എനിക്കൊരു ഉത്തരവുണ്ട്. കാരണം കമ്പാരിസൺ ഒരു സ്ലോ പോയിസൺ ആണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അയാൾക്ക് ഒരുപാട് ഫീൽ ചെയ്യും. ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞല്ലോ, അച്ഛൻ മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ആൾക്കാർ ഋഥത്തിൻ്റെ മോനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഋഥത്തിൻ്റെ ഫീലിങ്സ്, അവളുടെ വിഷമത്തിനാണ് കൂടുതൽ വില കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒരുപാടാകുമ്പോഴത്തേക്കും ഉള്ളിൽ ആ ഒരു ഗ്രഡ്ജ് നിറഞ്ഞ് അതൊരു വലിയ വിഷമായി മാറും. ആ വിഷയത്തിൻ്റെ പുറത്ത് ആഗ്രഹിക്കുന്നതൊന്നും തനിക്കല്ല, താൻ സെക്കൻഡറി ആണെന്നുള്ള തോന്നലും ആ കമ്പാരിസണും, തൻ്റെ കഴിവുകളിൽ ആർക്കും വിശ്വാസമില്ല, എല്ലാവർക്കും മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ മതി എന്നുള്ള തോന്നലും, അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരിക്കലും അതൊരു റീസൺ ആണോ എന്നുള്ളൊരു നിസാരവൽക്കരണം ഒരിക്കലും ഞാൻ നടത്തില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെ, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. കാരണം വീഡിയോ കാണുന്ന 3/4 ഭാഗം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓൾ.